ബൈബിൾ പ്രവചനങ്ങൾ സത്യമാണോ എന്ന് തെളിയിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കട്ടെ, വളരെ വിപുലമായ ഒരു വിഷയവും ധാരാളം വിഷയങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ 3 പ്രധാന വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ് ആനുകാലിക സംഭവം, പ്രവചന നിവൃത്തികൾ. വേദവസ്തു പ്രവചന നിവൃത്തികൾ ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്നത് നമ്മൾ കാണുന്ന ഇസ്രയേലിനോടുള്ള ബന്ധത്തിലുള്ള ചരിത്രങ്ങളാണ്. അത് ഒരു രാത്രി കൊണ്ട് ഞാൻ എടുത്ത് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അത് മാത്രം ഈ 3 രാത്രികളെ ശുശ്രൂഷിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ലഭിച്ചിരിക്കുന്ന സമയം കൊണ്ട് ആ ഒരു ടോപ്പിക്ക് അവസാനിപ്പിച്ച് നാളെ രാത്രിയിൽ ദൈവം ഏറ്റവും പ്രശ്നമുഖരിതമായ വെസ്റ്റ് ബാങ്കിന്റെ പ്രശ്നം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടർത്തിയെടുക്കുവാനായിട്ട് ശ്രമിക്കാം. മറ്റന്നാൾ രാത്രിയിൽ ദൈവം അനുവദിച്ചാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ഏകലോക ഗവൺമെന്റ് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ, അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ലോകത്തിന്റെ ഒരു പ്രവചന നിവൃത്തികൾ അനുഗ്രഹിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. 3 രാത്രികളിൽ ഞാൻ ഓർപ്പിച്ച പോലെ 3 ടോപ്പിക്ക് മാത്രം പരിമിതമായ സമയത്തിനുള്ളിൽ പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ യഹൂദരോടുള്ള ബന്ധത്തിൽ ആനുകാലികമായി നടക്കുന്ന വളരെ പ്രാധാന്യത അർഹിക്കുന്ന പ്രവചനങ്ങളും, നാളെ രാത്രിയിൽ വെസ്റ്റ് ബാങ്ക് എന്നുള്ള രാഷ്ട്രീയ ഗോളത്തിലെ പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നവും, മറ്റന്നാൾ രാത്രിയിലെ ആഗോളവൽക്കരണത്തോടുള്ള ബന്ധത്തിൽ സാമ്പത്തിക മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ വിഷയമൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3 രാത്രികളിലും വേദപുസ്തക പ്രവചനത്തെ ആധാരമാക്കിയാണ് ശുശ്രൂഷിക്കുന്നത്. ഞാനൊരു വാക്യം ആരംഭമായി വായിച്ചു കൊള്ളട്ടെ. ഞാൻ പ്രവചനം പഠിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഒരുപാട് ഫോൺ കോളുകൾ മിക്കവാറും ദിവസങ്ങൾ ഞാൻ എടുക്കാറുണ്ട്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് സംശയങ്ങളുള്ളവരൊക്കെ വിളിക്കാറുണ്ട്. അതിൻ്റെ മറുപടി പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇസ്രയേലിൽ നടക്കുന്ന യുദ്ധങ്ങൾ ഒരു വലിയ സമൂഹം ആളുകൾ ചിന്തിക്കുന്നത് മുന്നോട്ട് പോയി ഇതൊരു 3-ാം ലോകയുദ്ധത്തിൽ കലാശിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പലവിധമായ ധാരണകളിൽ കഴിയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് മനുഷ്യർ ഭയത്തിൽ കഴിയുന്നു. ഇപ്പോൾ ഇറാന്റെ യുദ്ധം, ഇറാൻ അവിടെ മുഹമ്മദ് ഹാനിയെ അവര് കൊന്നപ്പോൾ അതോടുള്ള ബന്ധത്തിൽ അടുത്തത് ലോകമഹായുദ്ധമാണ് എന്ന് വിശ്വസിച്ചിട്ടുള്ളവര് ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആളുകൾ അതോടുള്ള ബന്ധത്തിൽ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, മധ്യപൂർവ്വദേശം വളരെ കലുഷമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യന് ആകുലചിത്തരായി കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാൻ ആമുഖമായി വളരെ ചുരുക്കം മാത്രം പറഞ്ഞിട്ട് വിഷയത്തിൽ കടന്നുകൊള്ളാം. നമ്മൾ യെശയ്യാ പ്രവചനം 34-ാം അധ്യായം എടുക്കുമ്പോൾ ഞാനതൊന്ന് പ്രാരംഭമായി എടുത്തുകൊള്ളട്ടെ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിൽ ആരംഭമായി പറയുന്ന ഒരു വേദഭാഗമാണ്. മനുഷ്യന് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്താണ് അടുത്തതെന്നുള്ള ചോദ്യം അവരുടെ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞു. യെശയ്യാ പ്രവചനം 34-ന്റെ 16-ാമത്തെ വാക്യം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. മനുഷ്യന്റെ മനസ്സിൽ അങ്കുരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാൻ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കണം. ഈ പുസ്തകത്തിന്, നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിന് ദൈവം കൊടുത്ത പേര് യഹോവയുടെ പുസ്തകം എന്നാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ബുക്ക് ഓഫ് ദ ലോർഡ് എന്നാണ്. മലയാള ഭാഷയിൽ കുറച്ചുകൂടെ അത് ശരിയായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്.
എന്നാൽ അതിൻ്റെ ആശയം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്കറിയാം, അനേക പേരുകളിൽ ബൈബിളിൽ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ഈ പ്രവചന വിഷയങ്ങളുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചാൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യഹോവ എന്ന വാക്കാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കണം. മാർട്ടിൻ ലൂതറാണ് ബൈബിള് ഭാഷാന്തരം ചെയ്തപ്പോൾ ക്യാപിറ്റലോ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡി, ലോഡ് എന്നുള്ളത് എല്ലാ അക്ഷരങ്ങളും ക്യാപിറ്റൽ ലെറ്ററിൽ വിവർത്തനം ചെയ്തു. ജർമ്മൻ ഭാഷയിൽ വിവർത്തനം ചെയ്തത് നിത്യൻ എന്നുള്ള വാക്കുകൊണ്ടാണ്, ദ എറ്റേണൽ വൺ. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം നിത്യനായി നിലകൊള്ളുന്ന ദൈവം എന്നാണ്. ദ എറ്റേണലി എക്സിസ്റ്റിംഗ് ഗോഡ്, മാറ്റമില്ലാത്ത ദൈവം, നിത്യനായ ദൈവം, സമയത്തിന് അതീതനായ ദൈവം. മനുഷ്യനെ സംബന്ധിച്ച് സമയത്തിന് അതീതനാണ് അവൻ, കാലത്തിന്റെ അതീതനാണ്. അവന് നാളെ എന്ത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇന്നലെയുള്ളതും ഇന്നുള്ളതും പറയാം, നാളത്തെ കാര്യങ്ങൾ പറയുവാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവാൻ പറഞ്ഞു. അവന് മറവായിട്ടൊന്നുമില്ല. അവന്റെ ആരംഭത്തിൽ അവസാനം മനസ്സിലാക്കുന്നു. നമ്മൾ ഓർക്കണം, ഈ യഹോവ എന്ന വാക്ക് നമ്മൾ വീണ്ടും എസെക്കേൽ പ്രവചനത്തിൽ എടുത്തു നോക്കിയാൽ 77 പ്രാവശ്യം ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും, അപ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. Then you shall know that I am the Lord. 77 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലത് എടുക്കണമെന്ന് വിചാരിച്ചു, എടുക്കാൻ നിവൃത്തിയില്ല. സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, അത് സംഭവിച്ചു കഴിയുമ്പോൾ ഞാൻ നിത്യനായ ദൈവമാണെന്ന് നിങ്ങൾ അറിയും. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, മുന്നോട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിനല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല. ഈ പുസ്തകത്തിന് അതുകൊണ്ട് ദൈവം പേര് കൊടുത്തു, യഹോവയുടെ പുസ്തകം. നമ്മൾ ഓർക്കണം, ബൈബിള് പ്രധാനമായി ഒരു പ്രവചന ഗ്രന്ഥമാണ്. പഴയ നിയമത്തിൽ 17 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഒരു പുസ്തകവും പൂർണ്ണമായി പ്രവചന വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളിലും പ്രവചന ഭാഗങ്ങൾ കാണുന്നു. ബൈബിളിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ പ്രവചന രൂപേണ ദൈവം രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്തിനാണ് ദൈവം ഇത് ഇങ്ങനെ നൽകിയത്. ഞാനൊരു വാക്യം കൂടെ ഒന്ന് എടുത്തുകൊള്ളട്ടെ. യെശയ്യാപ്രവചനം തന്നെ 41-ാം അധ്യായം എടുക്കുമ്പോൾ ദൈവം ആ പ്രവചനത്തിന്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൻ്റെ യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിന്റെ 21 തൊട്ടുള്ള വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിനെന്ന് യഹോവ കൽപ്പിക്കുന്നു, നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പിനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ചതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ: നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. Declare the things that are to happen, that we may know that you are gods. ദൈവം മറ്റ് ദേവന്മാരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ദൈവമാണോ? നിങ്ങൾ ഭാവിയെ കുറിച്ചൊന്ന് പറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ ഭാവി പറയുവാൻ കഴിയുള്ളൂ എന്ന് ഈ വാക്യം വളരെ വ്യക്തമാക്കുന്നു. നാം വിശ്വസിക്കുന്ന ദൈവം, അവന്റെ വചനമാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. ഈ വചനത്തിൽ നമ്മൾ യെശയ്യാവ് 45:11 വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ. 45:11 ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചുവായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ. തിങ്സ് ടു കം, നടക്കാനുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കുക. ഞാൻ നിത്യനായ ദൈവമാണ്, എൻ്റെ മുമ്പിൽ ഒന്നും മറവല്ല. മറ്റ് ദേവന്മാരെ ദൈവം വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ദൈവമാണോ? ഭാവിയെ കുറിച്ച് പറയുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇതാണ് ബൈബിളിൽ മാത്രം പ്രവചനം നമ്മൾ കാണുന്നതിന്റെ കാരണം. ലോകത്തിൽ എത്ര ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥങ്ങളിൽ എന്താണ് മറ്റ് ഈ പ്രവചന സൂക്തങ്ങൾ കാണാത്തത്? വേദപുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ വിരലിന്റെ ഫിംഗർ പ്രിന്റ് ഈ വേദപുസ്തകത്തിന്റെ ഓരോ പേജിലും ഈ പ്രവചനത്തിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ ഈ 3 രാത്രികളിൽ ആ വിഷയമാണ് ചിന്തിക്കുന്നത്. വേദപുസ്തകം പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്.
വ്യക്തമായ പദ്ധതി ദൈവം നമുക്ക് മുമ്പ് കൂട്ടി വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ എടുത്ത് വായിക്കാതെ പറയട്ടെ. യെരമ്യാ പ്രവചനം 1:12 വായിക്കുമ്പോൾ, യെരമ്യാ 1:12 ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്റെ വചനം നിവർത്തിപ്പാൻ ഞാൻ ജാഗരിക്കുന്നു. ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കുവാൻ ലോക ചരിത്രത്തെ ദൈവം ശ്രദ്ധിക്കുന്നു. ദൈവം അതിനെ നിയന്ത്രിക്കുന്നു. ദൈവം ലോക ചരിത്രം ദൈവവചനത്തിന്റെ അനുസരണമായി നടക്കുവാൻ ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. യെരമ്യാ 1:12 നമ്മൾ വായിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ ആം വാച്ചിങ്. ദൈവജനത്തോട് പറഞ്ഞു, എടുത്ത് വായിക്കുന്നില്ല ഞാൻ. മർക്കോസ് 13 അതുപോലെ സുവിശേഷങ്ങളിൽ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയ ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ വാച്ച് ആൻഡ് പ്രേ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ എൻ്റെ വചനം നിവർത്തിപ്പാൻ ഐ ആം വാച്ചിങ്, യു വാച്ച്. ദൈവം പറയുകയാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. എന്നാൽ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ വിഷയത്തിൽ കടക്കുകയാണ്. 1 തെസ്സലോനിയർ 5-ാം അധ്യായം, 1 Thessalonians chapter 5. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതിയിരിക്കാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു. കർത്താവിന്റെ നാൾ, ഡേ ഓഫ് ദ ലോർഡ്, ഉൽപ്രാവണവും മഹോപദ്രവവും തുടർന്നുള്ള സംഭവങ്ങളും നടക്കുന്ന, ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന ആ ദിവസത്തിന്റെ പേരാണ് കർത്താവിന്റെ നാൾ, അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡ്. ഇവിടെ പൗലോസ് പറയുകയാണ്, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതിയിരിക്കേണ്ട ആവശ്യമില്ല. കാലങ്ങൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ ടൈംസ്, സമയങ്ങൾ, സീസൺസ്. അത് ഗ്രീക്കിൽ എഴുതിയ ഭാഷയിൽ ക്രോണോയ് ആൻഡ് കൈറോയ് എന്നാണ്. ക്രോണോയ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്ന അടുക്കും ചിട്ടയും, ക്രോണോളജിക്കൽ ഓർഡർ. പൗലോസ് പറയുകയാണ്, ഇതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ക്രോണോളജിക്കൽ ഓർഡർ, ഭാവിയെ സംബന്ധിച്ചുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവരിവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ വായിച്ച കാലങ്ങൾ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അടുത്തത് സമയം, അതിൻ്റെ ഗ്രീക്ക് വാക്ക് കൈറോയി. ഓരോ സംഭവങ്ങളുടെയും വിശദീകരണം. ഇത് ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് അത് കള്ളനെ പോലെ സംഭവിക്കും, കർത്താവിന്റെ നാൾ സംഭവിക്കും. ഇത് പറഞ്ഞിട്ട് 4-ാം വാക്യം നോക്കിയാട്ടെ: എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് ആ നാൾ കള്ളനെന്ന പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ആ വാക്ക് ശ്രദ്ധിക്കുക. ലോകത്തിന്റെ മനുഷ്യന് കർത്താവിന്റെ രണ്ടാം വരവ് കള്ളനെ പോലെ സംഭവിക്കും. എന്നാൽ നിങ്ങൾക്ക് ആ നാൾ കള്ളനെന്ന പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും ആരാണ്? വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാണ്. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ദൈവജനത്തിന് ഈ ദൈവത്തിന്റെ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡ്, ഒരു കാരണവശാലും കള്ളനെ പോലെ സംഭവിക്കില്ല. ലോക മനുഷ്യന് കള്ളനെ പോലെ സംഭവിക്കും. എന്നിട്ട് പൗലോസ് ഇവിടെ ഒരു ചുമതല പറയുകയാണ്. 6-ാം വാക്യത്തിൽ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക എന്ന് പറഞ്ഞാൽ വാച്ച് ആൻഡ് ബി സോബർ. നമ്മൾ ഉണർന്ന് ജാഗരൂകരായി ചുറ്റും നടക്കുന്നത് പ്രവചന വിഷയങ്ങളെ ആധാരമാക്കി നമ്മൾ വിലയിരുത്തുവാനും പ്രാർത്ഥിക്കാനും ആവശ്യപ്പെടുകയാണ്. നമുക്കിനി വിഷയത്തിലേക്ക് കടന്നു വരാം. എന്നെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട ദൈവജനമാണ്. നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരാണ്. നമ്മളെ സംബന്ധിച്ച് ഈ സംഭവങ്ങളൊന്നും അഭിചാരിതമല്ല. കാരണം തന്റെ ദാസന്മാരിൽ അറിയണം, തന്റെ ദാസന്മാരെ കാണിപ്പാൻ. വെളിപ്പാട് 1:1 വായിക്കുന്നത്, തന്റെ ദാസന്മാരെ കാണിപ്പാൻ ദൈവം യോഹന്നാൻ കൊടുത്തു. ഞാനും നിങ്ങളും അത് അറിയണം, ഞാനും നിങ്ങളും അത് വിലയിരുത്തണം, ഞാനും നിങ്ങളും അത് വാച്ച് ചെയ്യണം. നമ്മള് സുബോധത്തോടെ ഉണർന്നിരുന്ന് ഈ കാര്യങ്ങളെ വിലയിരുത്തുവാൻ കടംപെട്ടവരാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാൻ കഴിയും: നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ സമീപിച്ചു. ഏത് സന്ദർഭത്തിലും നമുക്ക് കർത്താവിന്റെ വരവ് സമീപിച്ചു, അത് നടക്കുമെന്നുള്ളത് നമുക്കറിയാം.
ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പ്രവചനം പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 10:32 വായിക്കുമ്പോൾ, ഞാൻ എടുത്ത് വായിക്കാതെ പറഞ്ഞു പോവുകയാണ്. 1 കൊരിന്ത്യർ 10:32 മാനവരാശിയെ ദൈവം 3ആയി തിരിച്ചിട്ടുണ്ട്. മാനവരാശിയെ 3ആയി തിരിച്ചിട്ടുണ്ട്. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. അവിടെ നോക്കാട്ടെ, ജൂസ്, ജെന്റൈൽസ് ആൻഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. യഹൂദന്മാർക്കും ജാതികൾക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായി നമ്മൾ വർത്തിക്കണം. അവിടെ വളരെ വ്യക്തമായി കാണുന്നുണ്ട് യഹൂദനും യവനനും, അല്ലെങ്കിൽ യഹൂദനും യവനനും, ജെന്റൈൽസ്, ജാതികൾക്ക് പൊതുവെ പറയുന്ന ഒരു പേരാണ് പുതിയ നിയമത്തിലും മറ്റും ഗ്രീക്സ് അല്ലെങ്കിൽ യവനന്മാർ എന്നുള്ള പദം. ഈ 2 കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവരാണ് ആര്? ദൈവസഭ. ദൈവസഭയുടെ പണി പെന്തിക്കോസ്തിൽ ആരംഭിച്ചു, ഉൽപ്രാവണത്തിൽ അത് അവസാനിക്കും. അങ്ങനെ ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ലോകത്തിൽ 2 കൂട്ടരെ കാണുകയുള്ളൂ. ആ 2 കൂട്ടര് യഹൂദന്മാരും യവനന്മാർ അല്ലെങ്കിൽ ജാതികളും. നമ്മൾക്ക് ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് രാത്രിയിൽ ആ യഹൂദനോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം. ഫെഡറിക് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആ രാജാവ് ഒരിക്കൽ തൻ്റെ ചാപ്ലിനോട് ചോദിച്ചു, ബൈബിൾ സത്യമാണെന്ന് ഒരു വാക്കിൽ നിനക്ക് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ചാപ്ലിൻ പറഞ്ഞ മറുപടി ഞാൻ നോട്ട് ചെയ്തു. ജൂ ഹിസ് മജസ്റ്റി. യഹൂദനാണ് അല്ലയോ രാജാവ്, ജൂ എന്നുള്ളതാണ് വേദപുസ്തകം സത്യമാണ് എന്ന് തെളിയിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞു. ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ. നമ്മൾ ബൈബിൾ എടുത്താൽ 11 അധ്യായം മാത്രമേ എടുത്തുള്ളൂ. ലോകത്തിന്റെ ആരംഭം, മനുഷ്യന്റെ വീഴ്ച, ജലപ്രളയം, ഇതൊക്കെ പറയാൻ 11 അധ്യായം എടുത്തിട്ട് 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചിട്ട് ഈ വേദപുസ്തകം അവസാനിക്കുന്നത് വരെ അവരുടെ ചരിത്രമാണെന്ന് മറക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 11 അധ്യായം കൊണ്ട് ദൈവം സൃഷ്ടിപ്പ്, മനുഷ്യന്റെ വീഴ്ച, ജലപ്രളയം ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ട് 12-ാം അധ്യായം തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചാൽ അബ്രഹാമിനെ വിളിച്ചിറക്കുന്നു, നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കും. അവിടെ തൊട്ട് അവരുടെ ചരിത്രം മുന്നോട്ട് പോവുകയാണ്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്ന ഒരു പഠനമാണ് സമകാലീന സംഭവത്തിൽ നമ്മൾ ഓർത്തതുപോലെ ബൈബിള് ശരിയാണോ, ഈ പ്രവചന നിവൃത്തികൾ ഇത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ നോക്കേണ്ടത് ഈ ജനത്തെയാണ്. അവരെ ബൈബിളിൽ 3 പ്രാവശ്യം അടയാളമെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായി 24-ന്റെ 3-ാം വാക്യത്തിൽ ക്രിസ്തുവിനോട് ശിഷ്യന്മാർ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? അടയാളങ്ങൾ എന്നല്ല ചോദിച്ചത്, അടയാളമെന്ത്? യേശുക്രിസ്തു അവിടെ പറഞ്ഞ അടയാളം, അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കണം. യഹൂദനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. വെളിപ്പാട് പുസ്തകം 12:1 സ്വർഗത്തിൽ വലിയൊരടയാളം, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവൾ സർവഭൂമിയെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു. അത് മറ്റാരുമല്ല, യെശയ്യാ 9:6 വായിക്കുന്നു, നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടു. യഹൂദ രാഷ്ട്രത്തിൽ നിന്ന് യേശുക്രിസ്തു വന്നു. ആ യഹൂദ രാഷ്ട്രമാണ് വെളിപ്പാട് 12:1 വലിയ അടയാളമായി പറഞ്ഞത്. ആവർത്തന പുസ്തകം 28:42 മോശ വീണ്ടും പറയുന്നുണ്ട്, ഇതൊരു അടയാളമാണ്, യഹൂദന് സംഭവിക്കുന്നത് അടയാളമാണ്. 3 പ്രാവശ്യം അടയാളമാണ്, അതെന്തോ ഒരു മുന്നറിയിപ്പാണെന്നുള്ളത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വരാം. ഇവരോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചാൽ ഏറ്റവും പ്രാധാന്യത ഈ കാലത്തിൽ സമകാലീന സംഭവത്തിൽ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയാണ്. ഇന്നത്തെ കോൺട്രവേഴ്സി അവർ കൈവശപ്പെടുത്തിയ സ്ഥലത്തോടുള്ള ബന്ധത്തിലാണ്. നാളെ രാത്രിയിൽ അത് ചിന്തിക്കും, വെസ്റ്റ് ബാങ്ക് എന്നുള്ള പ്രശ്നം. ഈ സ്ഥലത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഉൽപ്പത്തി 12:1-2 വാക്യത്തിൽ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. മെസപ്പൊട്ടോമിയയിൽ നിന്ന് അബ്രഹാം യാത്ര ചെയ്ത്
അവസാനം വന്ന് പാർക്കുന്നത് ഇസ്രായേലിന്റെ മധ്യഭാഗമായ ബർഷിബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതാണ്ട് 1000 മൈല് അബ്രഹാം യാത്ര ചെയ്ത് ബർഷിബയിൽ വരാൻ. ദൈവം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് 3 പ്രാവശ്യം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്ക് നിന്റെ സന്തതിക്കും ഉള്ളതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യലായ സ്ഥലത്തിൽ ദൈവം 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. നാളെ രാത്രി ഞാൻ ആ വാക്യങ്ങൾ എടുത്തു കാണിക്കാം. ആ 3 പ്രാവശ്യം ദൈവം പറയുന്നു, ഈ സ്ഥലം നീ തലവെക്കി നോക്ക്, ഇത് നിനക്ക് നിന്റെ സന്തതിക്കും ഉള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഇവരുടെ സ്ഥലത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഇവരുടെ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഇവർക്ക് ദൈവം കൊടുത്ത സ്ഥലം ലോകത്തിന്റെ കേന്ദ്രഭാഗമാണ്. ഇറ്റ്സ് എ സെന്റർ ഓഫ് ദ വേൾഡ്. 3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. എസെക്കിയേൽ പ്രവചനം 5:5. അവർ ജാതികളുടെ മധ്യത്തിലാണ്. ദേ ആർ സെന്റർ ഓഫ് ദ നേഷൻസ്. വീണ്ടും നമ്മൾ എസെക്കിയേൽ 38:12 അവർ ലോകത്തിന്റെ കേന്ദ്രഭാഗത്തിലാണ്. എസെക്കിയേൽ 38:12. കൂടാതെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ യെശയ്യാവ് 19:24 യെശയ്യാവ് 19:24 എടുത്തു പറയുന്നു, ലോകത്തിന്റെ സെന്ററിലാണ് അവർ ഇരിക്കുന്നത്. ദൈവം ലോകത്തിന്റെ സെന്ററാണ് ഇവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമി. അത് ദൈവത്തിന്റെ മനസ്സിൽ മുമ്പേ ഉണ്ടായി. അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പ് ആവർത്തന പുസ്തകം 32-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ ദൈവം രാഷ്ട്രങ്ങളെ വേർതിരിക്കുന്നത് പറയുമ്പോൾ ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 8-9 വാക്യം നോക്കാം. അവിടെ വായിക്കുന്നു, മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. നോക്കുക, അവിടെ വായിക്കുന്ന കേട്ടോ, when he separated the sons of Adam, ലോകരാജ്യങ്ങളെ വേർതിരിച്ചപ്പോൾ ജാതികൾക്ക് അതിരുകൾ ദൈവം വരച്ചപ്പോൾ ആ അതിരുകൾ ദൈവം വരയ്ക്കുന്നത് ആ ദൈവം ഇവിടെ പറയുന്നു ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണമാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവം വരച്ചത് യഹൂദന്റെ രാജ്യത്തിന്റെ അതിരാണ്. ദൈവം പറഞ്ഞു, ഭൂമി അതിന്റെ പൂർണ്ണതയും എന്റേതാണ്. നമ്മള് സങ്കീർത്തനം 24 വായിക്കുന്നുണ്ട്, ഭൂമി അതിന്റെ പൂർണ്ണതയും എന്റേതാണ്. ആ ഭൂമിയുടെ അവകാശിയായ ദൈവം അബ്രഹാമിന്റെ സന്തതിക്ക് കൊടുക്കുവാൻ ആദ്യം വരച്ച അതിരുകൾ യഹൂദന്റെ അതിരുകളാണ്. അതിന്റെ ശേഷമാണ് രാഷ്ട്രങ്ങൾക്ക് അതിരുകൾ നിശ്ചയിച്ചത്. നമ്മൾ ഓർക്കണം, അത് ഭൂമിയുടെ മധ്യഭാഗമാണ്. എന്തിനാണ് ഈ മധ്യഭാഗം കൊടുത്തത്? ഈ ഭൂമിയെ കുറിച്ച് തിരുവചനത്തിൽ വായിക്കുന്നു, ദൈവം തന്നെ പറയുന്നുണ്ട് അതൊരു നല്ല ഭൂമിയാണ്, ഗുഡ് ലാൻഡ്. ആവർത്തനം തന്നെ 8-ാം അധ്യായം നോക്കിയാട്ടെ. എല്ലാ വാക്യങ്ങളും കൂടെ വായിക്കാനായിട്ട് സാധ്യമല്ല, ചിലത് ഞാൻ പറഞ്ഞേ പോവുകയുള്ളൂ. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 7 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 8-ാം അധ്യായത്തിന്റെ നമുക്ക് 7-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്, ടു എ ഗുഡ് ലാൻഡ്. ഈ സ്ഥലം ദൈവം പറയുന്നു നല്ല ദേശമാണ്. എന്നിട്ട് ദൈവം പറയുന്നുണ്ട് അത് ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളമുള്ള ദേശം, ഒലിവൃക്ഷം, തേന് എണ്ണി നോക്കിയാൽ സുഭിക്ഷമായി ജീവിക്കുവാൻ 7 ഫലങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലം. സുഭിക്ഷമായി ജീവിക്കാൻ ദൈവം പറഞ്ഞു ഇത് നല്ല ദേശമാണ്. 11-ാം അധ്യായത്തിൽ വന്നാൽ അതിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, ആണ്ടിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ ദൈവത്തിന്റെ ദൃഷ്ടിയിരിക്കുന്ന സ്ഥലം. ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിൽ ഊടാടി നടക്കുന്നുണ്ട്. തന്നിൽ ഏകാഗ്രത ചിത്തന്മാരായിരിക്കുന്നവൽ തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ. എന്നാൽ ആവർത്തനം 11-ന്റെ അവിടെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും ഇരിക്കുന്ന സ്ഥലം. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, യഹൂദന്റെ മേൽ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും. ആ സ്ഥലം ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. എന്തിനാണ് ഈ ഭാഗം കൊടുത്തത്? അബ്രഹാമിനോട് നമുക്കറിയാം, ആ രാഷ്ട്രത്തെ ദൈവം വേർതിരിച്ചതിന്റെ കാരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല വിശദമായി.
എന്നാൽ പറയട്ടെ, യെശയ്യാ പ്രവചനം 43-ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 10-ാം വാക്യം, 43:10, നിങ്ങൾ എൻ്റെ ദാസന്മാർ. 43:12, നിങ്ങൾ എൻ്റെ സാക്ഷികൾ. യെശയ്യാവ് 44:8, നിങ്ങൾ എൻ്റെ സാക്ഷികൾ. ദൈവം ലോകത്തിന്റെ മധ്യഭാഗത്തിൽ അവരെ ആക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, 4 പുറത്തോട്ടും ദൈവത്തിന്റെ പ്രകാശം പരത്തി ദൈവത്തിന്റെ സാക്ഷികളായി നിൽപ്പാനാണ്. എന്നാൽ അവർ പരാജയപ്പെട്ടു. ടോട്ടലി ദേ ഹാവ് ഫെയിൽഡ്. അവര് ദൈവം പറഞ്ഞ പ്രമാണങ്ങളെയൊക്കെ അവര് ലംഘിച്ചു കളഞ്ഞു. അവര് പരാജയപ്പെട്ടു. ആ പരാജയത്തിന്റെ ഫലമായി ദൈവം അവരോട് മുമ്പ് കൂട്ടി പറഞ്ഞിരുന്നു, നിങ്ങൾ എനിക്ക് പുരോഹിതന്മാരാണ്, ദൈവം നിങ്ങളൊരു പുരോഹിത രാജ്യമാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, നിങ്ങൾ എൻ്റെ മകനാണ്. ഫറവോനോട് പറയാൻ മോശയോട് പറഞ്ഞു, ഇസ്രായേലിന്റെ പുത്രൻ, എൻ്റെ പുത്രൻ, ദൈവത്തിന്റെ വാത്സല്യ പുത്രനായിരുന്നു ഇസ്രായേൽ. അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, പ്രവാചകന്മാരെ കൊടുത്തു, അവരെ ദൈവം അധികം സ്നേഹിച്ചു. അവരിലൂടെ ലോകത്തിന്റെ 4 കോണിലും അവരെ കുറിച്ചുള്ളത്, ആ ദൈവത്തെ കുറിച്ചുള്ളത് പ്രചരിപ്പിക്കുവാൻ അവർ പരാജയപ്പെട്ടു. ഞാൻ ഒരു വാക്ക് മാത്രം വായിച്ച് അത് കൺക്ലൂഡ് ചെയ്യാം. ആവർത്തന പുസ്തകം 28 ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ അധ്യായം അടുത്തതായിട്ട് ദൈവം പറഞ്ഞു, നിങ്ങളൊരു പഴഞ്ചൊല്ലും പരിഹാസവുമാകും. വേറെ വാക്യങ്ങളുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ലോകത്തിൽ അവർ ഒരു പഴഞ്ചൊല്ലും പരിഹാസവുമായി മാറും. നമുക്ക് യഹൂദനെ കുറിച്ച് നോക്കിയാൽ ലോകത്തിൽ ആകമാനം അവരെ കുറിച്ച് പറയുന്നൊരു വാക്കാണ്, അവർ മണി ലെൻഡേഴ്സ്. അതായത് നമ്മൾ പറയുന്ന പോലെ ബ്ലേഡുകാർ, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ബ്ലേഡുകാർ, മണി ലെൻഡേഴ്സ് എന്നൊരു പേര് ഇവർക്കുണ്ട്. എല്ലായിടത്തും അവരെ പറയുന്നൊരു വാക്കാണ്. ഷേക്സ്പിയർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞൊരു ബുക്ക്. ആ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ബുക്കിൽ യാതൊരു ഘടനയുമില്ലാത്ത ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു പണം ഇതുപോലെ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ ഷൈലോക്ക് യഹൂദനാണ്. ആ ഷേക്സ്പിയർ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറബ് ലോകത്ത് എന്നാൽ അറബ് രാജ്യത്ത് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. അവര് ഏറ്റവും മോശമായ വാക്ക് സംസാരത്തിൽ കോപിഷ്ഠരായി അവരേറ്റവും മോശമായ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അവർ പറയുന്ന വാക്കാണ് അന്ത യഹൂദി, യു ആർ എ ജൂ. നീ ഒരു യഹൂദനാണെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിൽ വലിയ മോശമായ ഒരു വാക്കില്ല. ആഫ്രിക്കയിൽ ഒരു പറച്ചിലുണ്ട്, ഒരു യഹൂദനെയും ഒരു മൂർഖം പാമ്പിനെയും കൂടെ കണ്ടാൽ യഹൂദനെ തല്ലിക്കൊള്ളണം, മൂർഖം പാമ്പിനെ വെറുതെ വിടണം. നോക്കുക, ഇവിടെ പറഞ്ഞ വാക്കെന്താ? ഒരു പഴഞ്ചൊല്ലും പരിഹാസവുമാണ്. നിന്റെ ലോകത്തിൽ ആകമാനം ചിതറിക്കും, നിന്റെ ദേവാലയം ഇടിക്കപ്പെടും. ബഹുകാലം അവർ ഈ വിധത്തിൽ ചിതറിക്കപ്പെട്ടു. അവരെ പറയുന്നത് വാണ്ടറിങ്, അതായത് വാണ്ടറിങ് ജൂ, എല്ലായിടത്തും ചിതറിക്കിടക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അവര് ഓടിപ്പോവുകയാണ്, അവരെ കൊന്നൊടുക്കുകയാണ്. അവർക്ക് മടങ്ങി വരാൻ ഒരു നിവൃത്തിയുമില്ല, അവർക്കൊരു രാജ്യം സ്ഥാപിക്കാൻ ഒരു നിവൃത്തിയില്ല. അവരുടെ ആശകളൊക്കെ അറ്റുപോയി. എത്ര മനോഹരമായിട്ടാണ് ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യെസക്കേൽ പ്രവചനം 37-ാം അധ്യായം എടുത്താൽ അവിടെ നമ്മൾ അത് കാണുന്നുണ്ട്. ഈ ചിതറിക്കപ്പെട്ട യഹൂദൻ, യെസക്കേൽ പ്രവചനം 37-ാം അധ്യായം അവർ മടങ്ങിക്കൊണ്ടിരുന്ന ആ സംഭവം വരച്ചു തന്ന ഒരു അധ്യായമാണ്. അവിടെ ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. അതിന്റെ 11-ാം വാക്യം ദൈവം ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഈ ഉണങ്ങിയ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ ഒരു അസ്ഥികളുടെ കൂമ്പാരത്തിൽ ഈ പ്രവാചകരെ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? ദൈവമേ, നീ അറിയും. 11-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അവർ ഹോപ്പ് ഈസ് ഗോൺ. 2000 വർഷങ്ങളോളമായി
ജീവനില്ലാത്ത അസ്ഥി കുമ്പാരങ്ങൾ മനുഷ്യർ കൊന്നൊടുക്കുന്നു. പഴഞ്ചൊല്ലും പരിഹാസവുമായി ലോകത്തിന്റെ എല്ലാ കോണിലും കിടക്കുമ്പോൾ അവർ പാർത്തിരുന്ന ഭൂമി അത് മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിലാണ്. ഏതാണ്ട് 23 ഇസ്ലാമിക് രാജ്യങ്ങൾ, അതിന്റെ മധ്യത്തിൽ ഓട്ടോമൻ എംപയർ, തുർക്കികളുടെ സാമ്രാജ്യം. 1517 തൊട്ട് 1917 വരെ ഈ സ്ഥലങ്ങളൊക്കെ തുർക്കികൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹൂദന് കുടിയേറുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ കുടിയേറിയാലും ഒരു രക്ഷയുമില്ല. എസെക്കിയേൽ 3, ജെറമ്യാവ് 3:3, ജെറമ്യാവ് 5, യെശയ്യാവ് 5 അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം മഴ നിർത്തി. മുൻമഴയും പിന്മഴയും ദൈവം കൊടുത്തു. ദൈവം മഴ നിർത്തി. മേഘങ്ങളോട് പറഞ്ഞു, യെശയ്യാവ് 5:6 വായിക്കുന്നു, മേഘങ്ങളോട് ദൈവം കൽപ്പിച്ചു മഴ പെയ്യരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, 2000 വർഷമായി മഴ പെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലം, ഒരു കൃഷിയുമില്ല, ഒരു പുല്ലുമില്ല. 1880 10,000 യഹൂദന്മാർ ആ ദേശത്ത് മൊത്തത്തിലില്ല. ബാക്കിയൊക്കെ എവിടെയാണ്? ലോകത്തിലാകമാനം ചെതറിപ്പോയി. ഇനി ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ ഇസ്രായേൽ ഗൃഹം വീണ്ടും ഉണ്ടാകുമോ? ഞങ്ങളുടെ ആശയൊക്കെ അറ്റുപോയി. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. വേണ്ട, യഹൂദൻ പറയുന്ന വാക്കാണ്, ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു പോയി. ലോകത്തിലെ വിജ്ഞാനകോശങ്ങൾ, ലോകത്തിലെ ജ്ഞാനികളൊക്കെ പറഞ്ഞു ഇനിയും യഹൂദൻ മടങ്ങി വരില്ല. ഞാനൊരു ചെറിയ ബുക്ക്ലെറ്റ് കണ്ടു, യഹോവ സാക്ഷികൾ പ്രസിദ്ധീകരിച്ച ബുക്കാണ്. 1946 പ്രസിദ്ധീകരിച്ചതാണ്. എനിക്കത് ഒരെണ്ണം സംഘടിപ്പിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഒരു പേജ് ഫോട്ടോ കോപ്പി എടുത്തു. 46 പ്രസിദ്ധീകരിച്ച ആ ബുക്കിൽ അതിൻ്റെ പേര് ദൈവം സത്യവാൻ. അതിനകത്ത് യഹോവ സാക്ഷികൾ എഴുതിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ യഹൂദ രാജ്യം ഇനി ഉടലെടുക്കത്തില്ല. 46 അവർ പ്രസിദ്ധീകരിച്ചു. എന്തിനു പറയുന്നു? 1911 വിജ്ഞാനകോശമായ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അതിൽ പ്രിന്റ് ചെയ്ത് വെച്ചു, എബ്രായ ഭാഷ പുനഃസ്ഥാപിക്കപ്പെടില്ല. അതുപോലെ തന്നെ യഹൂദൻ ഇനി ഒരു രാജ്യമായി തീരില്ല. ലോകത്തിന്റെ വിജ്ഞാനകോശത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചു, യഹൂദൻ രാജ്യമാകില്ല, അവന്റെ ഭാഷ പുനഃസ്ഥാപിക്കപ്പെടില്ല. എബ്രായ ഭാഷ മരിച്ചുപോയി, അവന് മടങ്ങി വരാൻ നിവൃത്തിയില്ല. എന്തിനു പറയുന്നു? ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കം പേരൊഴിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞു യഹൂദൻ മടങ്ങി വരില്ല. അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം, യഹൂദൻ മടങ്ങി വന്ന് രാജ്യമാകുന്നില്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എവിടെ നിവർത്തിക്കപ്പെടും? അവർ പറഞ്ഞു സഭയാണ് ആത്മീക ഇസ്രായേൽ, സഭയില് ഈ പ്രവചനങ്ങളൊക്കെ നിവർത്തിക്കും. അതിന്റെ പേര് റീപ്ലേസ്മെന്റ് തിയോളജി. ഒരു പുതിയ വേദശാസ്ത്രത്തിന്റെ വിങ്ങുണ്ടായി, റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ പറഞ്ഞു യഹൂദൻ മടങ്ങി വരില്ല, യഹോവ സാക്ഷികൾ പറഞ്ഞു അവർ മടങ്ങി വരില്ല, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പ്രിന്റ് ചെയ്ത് വെച്ചു യഹൂദൻ രാജ്യമാകില്ല, യഹൂദൻ പറഞ്ഞു ഞങ്ങളുടെ ആശയൊക്കെ പോയി. എന്നാൽ നമ്മൾ ഓർക്കണം, കാലത്തിന്റെ അന്ത്യത്തിൽ ദൈവം ഇവരെ ചിതറിക്കളഞ്ഞ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം ദൈവം ചരിത്രത്തിൽ നോക്കുന്നു. ഇനി നമ്മൾ ആ ഭാഗത്തിലേക്ക് വരികയാണ്. ആനുകാലിക സംഭവങ്ങളെ നമ്മൾ വിലയിരുത്താൻ പോവുകയാണ്. ഞാൻ ചില വാക്യങ്ങൾ ഇനി വായിച്ചാലേ ഒക്കെ ഉള്ളൂ. യെരമ്യാ പ്രവചനം നമ്മൾ ഓർക്കണം, ഒരു രാജ്യത്തിനും ഇവർ മടങ്ങി വരുമെന്ന് പറയാൻ നിവൃത്തിയില്ലാതെ വണ്ണം അവര് ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ്. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം നോക്കിയാട്ടെ. ഇനിയുള്ള വാക്യങ്ങൾ ദൈവമക്കളായ നമ്മൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ വചനത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് വായിക്കണം. ഞാൻ 1-ാം വാക്യം വായിക്കുന്നില്ല, 2-ാം വാക്യവും വായിക്കുന്നില്ല. ഏതാണ്ട് 2500 വർഷം മുമ്പ് പ്രവാചകരോട് പറഞ്ഞു, നീ ഒരു പുസ്തകത്തിൽ ഇത് എഴുതി വെക്കണം.
എന്നാൽ 3-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും. ദൈവം പറഞ്ഞ വാക്ക് നോക്കിയേ, ഇവരുടെ പ്രവാസം മാറുന്ന കാലം വരും. യഹോവ സാക്ഷികൾ പറഞ്ഞു വരില്ല. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറഞ്ഞു അവരിനി രാജ്യമാകില്ല. യഹൂദൻ പറഞ്ഞു ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു. ക്രിസ്ത്യാനികൾ പറഞ്ഞു അവരിനി വരില്ല. അതുകൊണ്ട് അവരുടെ വാഗ്ദത്തങ്ങളൊക്കെ ആത്മീയ ഇസ്രായേലായ സഭയിലാണ് നടക്കുന്നത്. അവരെല്ലാം പറഞ്ഞു നടക്കില്ല. എന്നാൽ ദൈവം 2500 വർഷം മുമ്പ് പറഞ്ഞു ഞാൻ അവരെ മടക്കിക്കൊണ്ടിരുന്നൊരു കാലമുണ്ട്. തീർന്നില്ല. അടുത്ത വാക്യം നമുക്ക് നോക്കാം. 31-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 27-ാമത്തെ വാക്യം. യഹോവ അരുളി ചെയ്യുന്നു അങ്ങനെ ഒരു കാലം വരും. എന്താണ്? 10,000 പേര് മാത്രമുള്ള, അവിടെ കൃഷിയില്ല, അവിടെ വെള്ളമില്ല, അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മനുഷ്യരുടെയും മൃഗത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന ഒരു കാലം വരും. സ്വർഗത്തിലെ ദൈവം 2500 വർഷം മുമ്പ് അത് പറഞ്ഞു. അവിടെ കൊണ്ട് തീർന്നില്ല. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളും കാലങ്ങളും, ദൈവം വീണ്ടും അവിടെ ഒരു കാലഘട്ടം ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ അവരുടെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തുന്ന കാലം. ഒരു ഭാഗം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടാം. 102-ാം സങ്കീർത്തനം നോക്കിയാട്ടെ. എന്റെ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം സത്യമാണോ? വേദപുസ്തക പ്രവചനം സത്യമാണോ? നോക്കുക. 102-ാം സങ്കീർത്തനം, 102-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം നോക്കാട്ടെ. 13-ാമത്തെ വാക്യം. ആ വാക്യം നോക്കാട്ടെ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അതെ അതിനുള്ള സമയം വന്നു. ഈ വാക്യം വായിക്കുമ്പോൾ അതോട് ചേർത്ത് 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കണം. ഞാൻ വായിക്കണ്ട, പറഞ്ഞു പോകാം. യെരമ്യാവ് 16:13. ഞാൻ അവരോട് കൃപ കാണിക്കത്തില്ല, ഞാൻ കൃപ കാണിക്കത്തില്ല. അവരെ കൊന്നൊടുക്കി, ലോകം കൊന്നൊടുക്കി. ഹിറ്റ്ലറിന്റെ ഗ്യാസ് ചേംബറിൽ കൊച്ചു കുഞ്ഞുങ്ങളെ 15 ലക്ഷത്തെ കൊന്നൊടുക്കി. 60 ലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കി. ദൈവം കരുണ കാണിച്ചില്ല. റഷ്യക്കാർ കൊന്നൊടുക്കി, സ്പാനിഷന്മാർ കൊന്നൊടുക്കി. ലോകത്തിൽ അവർ പോയിടത്തെല്ലാം അവരെ ഉപദ്രവിച്ചു. അവരോട് ദൈവം കരുണ കാണിച്ചില്ല. എന്നാൽ ഇവിടെ നോക്കുക, 13-ാം വാക്യം, 102-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ അതിനുള്ള സമയം വന്നു. ദൈവം ഒരു കാലഘട്ടം ചൂണ്ടിക്കാണിച്ചു. യെരമ്യാവിൽ നമ്മൾ വായിച്ചില്ലേ, അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുന്ന നാളുകളും കാലങ്ങളും. ഇവിടെ ഇങ്ങനെ ദൈവം കൃപ കാണിക്കുമ്പോൾ 14-ാം വാക്യം നോക്കാട്ടെ. 102-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യം ചേർത്ത് പറഞ്ഞിരിക്കുക. ഞാൻ വിശദീകരിക്കാതെ പറയട്ടെ. ഇസ്രായേൽ സംബന്ധിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ ചെന്നാൽ കാണാം, എല്ലാ വർഷവും അവർ പ്രവാസത്തിൽ കിടന്നപ്പോൾ പെസഹോത്സവ സമയം അവരുടെ മുഖം ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടവർ പ്രാർത്ഥിക്കുമായിരുന്നു, അടുത്ത വർഷം യെരുശലേമിൽ. അവർക്ക് കയറാൻ നിവൃത്തിയില്ല, അവിടെ കുടിയേറാൻ സാധ്യമല്ല. എന്നാൽ ദൈവം വാസ്തവത്തിൽ അവരോട് കൃപ കാണിക്കുമ്പോൾ, ഇവിടെ നമ്മൾ വായിച്ച പോലെ, അങ്ങനെ ഒരു കാലം വരുമ്പോൾ നിന്റെ ദാസന്മാർക്ക് അവിടെ കല്ലുകളോട് താല്പര്യം, അതിന്റെ പൂഴിയോട് അനിമ തോന്നും. ഇന്ന് ഇസ്രായേലിൽ ചെന്നാൽ നിങ്ങൾ കാണാം, വിലാപ മതിലിന്റെ കല്ലുകളെ അവർ ചുംബിക്കുന്നു, അവിടെ അവർ പ്രാർത്ഥിക്കുന്നു, അതിന്റെ കല്ലുകളൊക്കെ പരിധി നോക്കുന്നു, അവര് ആ കല്ലുകളെ ചുംബിക്കുന്നു.
2000 വർഷം ലോകത്തിന്റെ 4 കോണിൽ കിടന്നുകൊണ്ട് അവരുടെ മുഖം തിരിച്ചു പറഞ്ഞു, അടുത്ത വർഷം പെസഹോത്സവ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അവർ കയറിയില്ല. ഇവിടെ പറഞ്ഞതുപോലെ ദൈവം കരുണ കാണിച്ച, ദൈവം ഒരുക്കിയ സമയത്ത് അവരവിടെ കടന്നു വരികയാണ്. പെട്ടെന്ന് നോക്കാം. ഇത് സംഭവിക്കുമ്പോൾ 15-ാം വാക്യം നോക്കി, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. 15-ാമത്തെ വാക്യം, യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. മതി. യഹോവ സിയോനെ പണിയും. ദൈവം കൃപ കാണിക്കുമ്പോൾ അവർ മടങ്ങി വരും. അവർ സിയോന്റെ കല്ലുകളെ ചുംബിക്കും. ഇത് സംഭവിക്കുമ്പോൾ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. യേശുക്രിസ്തുവിന്റെ വരവിന്റെ മാറ്റൊലിയാണത്. നമ്മൾ യെശയ്യാ 5 എന്താ വായിച്ചത്? നിങ്ങൾ ഇരുട്ടുള്ളവരല്ല, നിങ്ങൾക്കത് അങ്ങനെ സംഭവിക്കില്ല. നിങ്ങൾ ഉണർന്നിരുന്ന് നോക്കിയാൽ മതി, കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇവിടെ ഒരു വാക്യം കൂടെ ഉണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യം, വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കുക. അതിൻ്റെ എബ്രായ ഭാഷയിൽ രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. എബ്രായ ഭാഷയിൽ ലഡോർഹോ അജാരോൺ, വരാനിരിക്കുന്ന തലമുറ, അത് ഭാഷാന്തരം ചെയ്യാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. റൈറ്റ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് ജനറേഷൻ. കൃപായുഗത്തിന്റെ അവസാനത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി എഴുതി വെക്കുക. ഇത് സംഭവിക്കുമ്പോൾ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്? എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഒരു വാക്യം വായിച്ച് ഞാൻ വിടാം. വളരെ വിശദമായി വായിക്കാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് യെരമ്യാവ് 16. ഒരിക്കലും അവർക്ക് വരാൻ നിവൃത്തിയില്ല. അവിടെ ആകെ 10,000 പേരേ ഉള്ളൂ. എങ്ങനെ ഒരു രാജ്യമാകും? ദൈവം കരുണ കാണിക്കുമ്പോൾ, ദൈവം അവരോട് കൃപ കാണിക്കുന്ന സമയത്ത് അവരെ മടക്കി കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? യെരമ്യാ പ്രവചനം 16-ാമത്തെ അധ്യായം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 14 തൊട്ട് 16 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. ആകയാൽ ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ, ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. ഇതാ, ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും. അവർ അവരെ പിടിക്കും. അതിന് ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും. അവർ അവരെ എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നിൽ നിന്നും പാർക്കിളപ്പുകളിൽ നിന്നും വേട്ടയാടി പിടിക്കും. യഹോവയുടെ അരുളപ്പാട്. എന്റെ സഹോദരന്മാരെ, വാക്യം ഒന്ന് നോക്കിയാട്ടെ. അവിടെ വായിക്കുന്ന കണ്ടോ? സകല ദേശങ്ങളിലും നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവ എന്ന് പറയുന്ന കാലം വരും. ദൈവമാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നത്. ഈ വാക്യം അവിടെ ഇരിക്കട്ടെ, നമുക്ക് തിരിച്ചു വരാം. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം. സമയത്തിന്റെ പരിധി ഉണ്ടെങ്കിലും ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുക. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം എടുക്കുമ്പോൾ ഇവരുടെ മടങ്ങി വരവും അതോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു അധ്യായമാണ്. അവിടെ ദൈവം പറയുന്ന വാക്കുകൾ നമ്മൾ അപഗ്രഥിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. ഈ എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ, ഞാനത് പറഞ്ഞുവിടാം. അവിടെ നമ്മളൊരു പേനയോ പെൻസിലോ എടുത്ത് ഒരു കാര്യം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ അത്ഭുതപ്പെടും. ഈ 36-ാം അധ്യായത്തിൽ 21 പ്രാവശ്യം ദൈവം പറയുന്നുണ്ട്, ഐ വിൽ, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. 21 പ്രാവശ്യം. അതിലൊരു വാക്യം ഒന്ന് വായിക്കാം. 24-ാം വാക്യം ഒന്ന് നോക്കിയേ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. നോക്കുക, അവിടെ നോക്കുക. ദൈവം പറഞ്ഞില്ലേ, ഒരു കാലം വരും, നിങ്ങളുടെ ദേശത്തിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടിരുന്ന ഒരു കാലം വരും. ഇവിടെ വായിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവരും.
എൻ്റെ കയ്യിൽ ലിസ്റ്റുണ്ട്, എനിക്ക് വായിപ്പാനോ പറയാനോ നിവൃത്തിയില്ല. 17 വ്യത്യസ്ത സ്ഥലങ്ങൾ യഹൂദന് രാജ്യമുണ്ടാക്കാൻ ലോകരാജ്യങ്ങൾ കൊടുത്തു. 17 സ്ഥലങ്ങൾ. വിയറ്റ്നാമിന്റെ പ്രദേശം, ഓസ്ട്രേലിയയിലെ മെൽബണിന്റെ പ്രദേശം, റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പ്രദേശം, ലോകത്തിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള 17 സ്ഥലങ്ങൾ യഹൂദന് രാജ്യമുണ്ടാക്കാൻ കൊടുത്തു. രാജ്യമുണ്ടായില്ല. എന്നാൽ ഇവിടെ പറയുന്ന വാക്കെന്താണ്? ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങളെ സ്വന്തം ദേശത്ത് കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 130 രാജ്യത്ത് നിന്ന്, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, 130 രാജ്യത്ത് നിന്ന് 60 ഭാഷകൾ സംസാരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവരെ 4 പുറത്തു നിന്നും കൂട്ടി അവർക്ക് കൊടുത്ത ദേശത്തിൽ കൊണ്ടുവന്നു. ദൈവം പ്രവർത്തിക്കുന്നു. എങ്ങനെ കൊണ്ടുവന്നു? അതായിരുന്നു നമ്മുടെ വിഷയം. യെരമ്യാ പ്രവചനം 16-ാം അധ്യായത്തിന്റെ അങ്ങനെ ഒരു കാലം വരും, ഞാൻ എങ്ങനെ കൊണ്ടുവരും? ആദ്യം ഞാൻ മീൻപിടുത്തക്കാരെ കൊണ്ടുവരും, അതിനുശേഷം ഞാൻ നായാട്ടുകാരെ കൊണ്ടുവരും. എന്താ ഈ ദൈവം പറയുന്നത്? മീൻപിടുത്തക്കാരെ വെള്ളത്തിൽ നിന്നാണ് പിടിക്കുന്നത്. വെള്ളം തിരുവചനത്തിൽ വായിക്കുന്നു, അത് വെളിപ്പാട് 17:15. നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരവുമാണ്. ലോക ജനതയിൽ മുങ്ങിക്കിടക്കുകയാണ് അവര്. അവിടെ നിന്ന് ചൂണ്ടലിടാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ദീർഘമായ ഒരു ലിസ്റ്റുണ്ട്. പ്രധാനമായത് ഞാൻ പറയാം. 1897 സയനിസ്റ്റ് മൂവ്മെന്റ് ബാസിലി, സ്വിറ്റ്സർലൻഡിൽ ബാസിലി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 197 ഡെലിഗേറ്റ്സ് ഒന്നിച്ചുകൂടി. അവരാദ്യമായി ഒരു കൊടി ഉണ്ടാക്കി, ദാവീദിന്റെ നക്ഷത്രമുള്ള വെള്ളക്കൊടി. അവരവിടെ വെച്ച് അവരുടെ നാഷണൽ ആന്തം എഴുതി, ഹത്യുക്ക, ഹോപ്പ്. അവരുടെ ഉള്ളിലൊരു ആശയുണ്ടായി, ഞങ്ങൾക്ക് തിരിച്ചു പോകാം എന്നൊരാശ. ആ പാട്ടിന്റെ ആശയം അതാണ്. ഒരു യഹൂദന്റെ ഹൃദയം സ്പന്ദിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അക്കിഴക്കോട്ട് നോക്കി ആഗ്രഹിക്കുകയാണ്. ആ പാട്ട് അവർ ഏറ്റുപാടി. അവരുടെ ദേശത്തിൽ പോകുവാൻ ഒരു ആശയുണ്ടായി. ആ സമയത്ത് ഈ സിയോണിസ്റ്റ് മൂവ്മെന്റുകാർ യഹൂദന്മാരോട് പറഞ്ഞു, അറബികളുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിക്കുക, നിങ്ങൾ പോവുകയാണെങ്കിൽ പണം വെറുതെ തരാം. ധനികരായ ആളുകൾ, അറബികൾക്ക് വേണ്ടാത്ത മരുഭൂമി, നെഗവ് മരുഭൂമി, മറ്റ് സ്ഥലങ്ങൾ, 3.5 ലക്ഷം ഏക്കർ ഭൂമി, 3.5 ലക്ഷം ഏക്കർ ഭൂമി ആ കാലത്ത് ഏതാണ്ട് $20 ദശലക്ഷം കൊടുത്ത് അവർ മേടിച്ചു. യഹൂദന്മാർ കുടിയേറാൻ തുടങ്ങി. 40,000 ആളുകൾ അവിടെ കുടിയേറി. 40,000 ആളുകൾ, 10,000 ആളുകൾ കിടന്നിടത്ത് 40,000 പേരെ മീൻപിടുത്തക്കാരെ കൊണ്ട് വരുത്തിച്ചു. അനേക എഴുത്തുകാർ എഴുതി, അനേകർ ആശയം കൊടുത്തു അവരുടെ മനസ്സിൽ. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കഥാവ് പറഞ്ഞു, അതിൻ്റെ ശേഷം ഞാൻ നായാട്ടുകാരെ വരച്ചു. രണ്ടാം ലോക യുദ്ധകാലം നാസി വേട്ട നടത്തുന്നവർ യഹൂദനെ കൊല്ലുവാൻ വേണ്ടി വേട്ടയാടിയപ്പോൾ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി. ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ. സഖറിയാ പ്രവചനം 2:6 നോക്കിയാട്ടെ. അവിടെ ദൈവം എടുത്തു പറയുന്നുണ്ട്, ഓടിക്കോള്. സഖറിയാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 2:6. മതി. ഹേ ഹേ വടക്കേ ദേശം വിട്ടോടിക്കോ, റഷ്യയിൽ നിന്ന് ഓടിക്കോളാൻ പറയുകയാണ് വടക്കേ ദേശം. അവിടെ സാർ ചക്രവർത്തി കൊല്ലപ്പെട്ടു. അലക്സാണ്ടർ എന്ന് പറയുന്ന സാർ ചക്രവർത്തി കൊല്ലപ്പെട്ടു. ഒരു യഹൂദ സ്ത്രീ സംശയിക്കപ്പെട്ടു. യഹൂദന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങി. വടക്കേ ദേശത്ത് പാർത്ത യഹൂദന്മാർ പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അവിടെ നടന്നു. അവിടെ നിന്ന് അവർ ഓടാൻ തുടങ്ങി. ദൈവജനത്തിൽ പറഞ്ഞു കേട്ടോ, ഹേ ഹേ വടക്കേ ദേശം വിട്ടോടിക്കോ. പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, ഒക്ടോബർ വിപ്ലവം ഒക്കെ നടക്കുന്നത്. ഇവിടെയെല്ലാം യഹൂദൻ കൊല്ലപ്പെട്ടപ്പോൾ വടക്കേ ദേശത്ത് നിന്ന് ഇസ്രായേലിൽ കുടിയേറിയ ഏറ്റവും അധികം ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ആളുകളാണ്.
അവൻ ആലോചിച്ച് രണ്ടാം യുദ്ധം തീരുമ്പോൾ 6.25 ലക്ഷം ജനങ്ങൾ അവിടെ കുടിയേറി. ഒരു മനുഷ്യനും അവിടെ കുടിയേറുവാൻ നിവൃത്തിയില്ലായിരുന്നു. ദൈവം കൊണ്ടുവന്ന് കണ്ടോ, മീൻപിടുത്തക്കാരൻ വേട്ടക്കാരെ കൊണ്ട് മേഘങ്ങളോട് പറഞ്ഞു, ഞാൻ വാക്യമെടുക്കാതെ പറയട്ടെ, എൻ്റെ ജനം വരാൻ അടുത്തിരിക്കുകയാണ്. കൊമ്പുകളെ നീട്ടാൻ പറഞ്ഞു, ഫലം കായ്ക്കാൻ പറഞ്ഞു. മഴ പെയ്യാൻ തുടങ്ങി. എൻ്റെ സഹോദരന്മാരെ, ഞാൻ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്രയേലിൽ റീസ്റ്റോറേഷൻ, യഥാസ്ഥാനം. അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെട്ടു, അവരുടെ ജനങ്ങൾ യഥാസ്ഥാനപ്പെട്ടു, മൃഗങ്ങൾ യഥാസ്ഥാനപ്പെട്ടു, ഭാഷ യഥാസ്ഥാനപ്പെട്ടു. എന്തിനു പറയുന്നു? ആ മരുപ്രദേശം ഇന്ന് $1.3 ബില്യൺ പഴങ്ങളും പൂക്കളും പച്ചക്കറിയും കയറ്റി അയക്കുന്നു. യെസ്, ആ പ്രദേശം ഇന്ന് യഥാസ്ഥാനപ്പെട്ടു. പ്രവാചകന്മാർ പറഞ്ഞതുപോലെ എല്ലാം വായിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഒരു രഹസ്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു രഹസ്യം. പത്രോസിന്റെ 2ാം പ്രസംഗം, അപ്പോസ്തലപ്രവൃത്തി 3-ൽ, പെന്തക്കോസ്ത് പെരുന്നാളിൽ പ്രസംഗിച്ചത് 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രാർത്ഥന സമയത്ത് അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായ ഒരു മനുഷ്യനെ പത്രോസും യോഹന്നാനും സുഖപ്പെടുത്തിയപ്പോൾ ആ മനുഷ്യനെ കണ്ടിട്ട് യഹൂദന്മാർ ആശ്ചര്യപ്പെട്ടു. 12-ാം വാക്യം, 3:12. പത്രോസ് ജനങ്ങളോട്, ഇസ്രായേൽ പുരുഷന്മാരെ, യഹൂദനോട് പറയുന്ന വാക്കാണ്. എന്നിട്ട് 17 തൊട്ടുള്ള വാക്യം വായിക്കാം. 17 തൊട്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിവില്ലായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാനിക്കേണ്ടതിനെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും, എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്നും ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. യേശു ക്രിസ്തുവിന്റെ 2ാം വരവ് യഹൂദരോട് പറയുകയാണ്. എപ്പോൾ മടങ്ങി വരും? അടുത്ത വാക്യം നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ. 21-ാമത്തെ വാക്യം. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. യഹൂദരോട് പറയുകയാണ്, യേശു ക്രിസ്തു മടങ്ങി വരും, നിങ്ങൾ അറിയായ്മ കൊണ്ട് ചെയ്തു, മാനസാന്തരപ്പെടാൻ പറയുന്നു. അടുത്തായിട്ട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. സ്വർഗം അവനെ കൈക്കൊണ്ടിരിക്കുകയാണ് എന്നുവരെയാണ് പ്രവാചകന്മാർ പറഞ്ഞത്. യഥാസ്ഥാനപ്പെടണം. യഹൂദനോടാണ് പറയുന്നത്. പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ യഥാസ്ഥാനപ്പെട്ടു. രാജ്യം യഥാസ്ഥാനപ്പെട്ടു, ജനങ്ങൾ യഥാസ്ഥാനപ്പെട്ടു, കൃഷി യഥാസ്ഥാനപ്പെട്ടു, അവരുടെ ഭാഷ യഥാസ്ഥാനപ്പെട്ടു. ഞാൻ വാക്യങ്ങൾ എടുക്കാതെ പറഞ്ഞു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ രേഖപ്പെടുത്തി ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ, ബഹുവചനമാണ്. ആ കാലങ്ങളുടെ യഥാസ്ഥാനത്തിന്റെ കാലങ്ങൾ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യെസ്, ആ കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. യഹൂദനോടുള്ള ബന്ധത്തിൽ പ്രവാചകന്മാർ പറഞ്ഞത് യഥാസ്ഥാനപ്പെടുന്ന കാലം. ആ യഥാസ്ഥാനം നടക്കുന്ന കഴിയുമ്പോൾ സ്വർഗം അവനെ ഭൂമിയിലേക്ക് അയക്കും. സ്തോത്രം. റോമലേഖനം 11:15 ഞാൻ വായിക്കാതെ പറയട്ടെ. അവിടെ പൗലോസ് പറഞ്ഞത് എന്താണ്? അവരുടെ ഭ്രംശം 9, 10, 11 യഹൂദനെ കുറിച്ച് പറയുകയാണ്. അവരുടെ ഭ്രംശം ലോകത്തിലെ നിരപ്പിന് കാരണമായ എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? മരിച്ചവരെപ്പോഴാണ് ഉയർക്കുന്നത്? ക്രിസ്തു മടങ്ങി വരണം. അവന്റെ മധ്യാകാശ അറിവിലാണ് യഹൂദനെ തള്ളിക്കളഞ്ഞത് ലോകത്തിന്റെ നിരപ്പിന് കാരണമായെങ്കിൽ അവന്റെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനാണ്. എന്നെ കേൾക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു വരാറായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനൊരു പ്രസംഗം നിർത്താം. ഞാൻ എൻ്റെ വാക്കുകൾ ഓരോന്നായിട്ട് ചുരുക്കിയായിരുന്നു. യഹൂദൻ മടങ്ങി വന്നു, രാജ്യമായി. ഓർക്കുക, 23 ഇസ്ലാമിക് രാജ്യങ്ങളുടെ മധ്യത്തിൽ 5 യുദ്ധങ്ങൾ പ്രത്യക്ഷമായി നടന്നു. 48-ൽ സ്വതന്ത്രമായപ്പോൾ 13 മാസം നീണ്ടു നിന്നു യുദ്ധം.
1956 യുദ്ധമുണ്ടായി, 67 യുദ്ധമുണ്ടായി, 73 യുദ്ധമുണ്ടായി, 82 യുദ്ധമുണ്ടായി. അവർ യുദ്ധമല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഇന്നവർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 2 വശത്തും 3 വശത്തും യുദ്ധം നടക്കുകയാണ്. അവരുടെ സൗത്ത് സൈഡ്, തെക്ക് ഭാഗത്ത്, അവിടെ ഗാസയിൽ സംഭവിച്ചത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി അവിടെ നിന്ന് ഭീകരവാദികളായ ഹമാസ് 1200 യഹൂദന്മാരെ കൊന്നു. അന്ന് ആരംഭിച്ചതാണ് അവിടെ യുദ്ധം. അത് ചുമ്മാതെ കയറി അറ്റാക്ക് ചെയ്യല്ല, യുദ്ധം പ്രഖ്യാപിച്ചിട്ടാണത്. ഇതിന്റെ മധ്യത്തിലാണ് ഇസ്മായിൽ ഹാനിയെ ഇറാനിൽ അവർ കൊന്നു കഴിഞ്ഞപ്പോൾ ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദികൾ റോക്കറ്റുകൾ ഇസ്രയേലിൽ അയച്ചു. ലെബനോനിൽ നിന്നും സിറിയയിൽ നിന്നും മറ്റും അവരെ വകവരുത്താൻ അങ്ങോട്ട് അറ്റാക്ക് തുടങ്ങി. ഇവ 2 മുഖത്തിൽ യുദ്ധമായി. ഈ സമയത്ത് യമനിൽ നിന്ന് ഹൂത്തികൾ എന്ന് പറയുന്ന ഭീകരവാദികൾ ഇസ്രയേലിനെ ആക്രമിക്കാൻ തുടങ്ങി, കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങി. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ അവിടുത്തെ ഷിപ്പ്യാർഡും അവിടെയുള്ള പെട്രോൾ ടാങ്കുകളും മറ്റും തീക്കുണ്ടമാക്കി മാറ്റി. ഇസ്രയേൽ ഇപ്പൊ യുദ്ധം നടക്കുന്നത് ഗാസയുടെ ആ മുഖത്തിൽ, ലെബനോന്റെ മുഖത്തില്, യമന്റെ മുഖത്തില്. ഇനിയും എവിടെ നിന്നൊക്കെ വരും നമുക്കറിയില്ല. ഇറാൻ പറഞ്ഞു ഞങ്ങൾ അടിക്കാൻ പോവുകയാണ്. എന്താ അടിക്കാത്തത്? ഇസ്രയേൽ പറഞ്ഞു ഞങ്ങളെ ആക്രമിച്ചാൽ 70-ാം ആഴ്ചവട്ടത്തിന്റെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. യഹൂദനും ജീവിക്കുന്നത് ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞാണ്. ഇനി 70-ാം ആഴ്ചവട്ടം അന്തിക്രിസ്തു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകും. എന്നാൽ ഈ സമയത്ത് അവരുടെ അവസ്ഥ എന്താണ്? അതിൻ്റെ 26-ാം വാക്യത്തിന്റെ അവസാനം, 26-ന്റെ അവസാനത്തോളം യുദ്ധങ്ങളും ശൂന്യതയും നിർണയിക്കപ്പെട്ടു. വാർ ആൻഡ് ഡെസോലേഷൻ. ഇസ്രയേൽ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ 69-നും 70-നും ആഴ്ചവട്ടക്കിടയിൽ എന്താ സംഭവിക്കുന്നത്? യുദ്ധം. വാർ ആൻഡ് ഡെസോലേഷൻ. ദൈവത്തിൽ പറഞ്ഞു യുദ്ധം നടക്കും, യുദ്ധങ്ങൾ തന്നെയായിരിക്കും. അതിന്റെ ബാക്കി കാരണങ്ങൾ ഞാൻ പോകുന്നില്ല. എന്നാൽ ഇന്ന് ലോകം ഒരു വല്ലാത്ത പ്രശ്നത്തിലാണ്. ഇന്ന് ലോക രാഷ്ട്രീയ ആളുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്, ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം പറയും, ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ആര് പരിഹരിക്കും? UN തീരുമാനിച്ചു, UN ആവശ്യപ്പെട്ടു ഇസ്രയേലിനോട് വെടി നിർത്തണം, ഗാസ ആക്രമിക്കുന്ന നിർത്തണം. പുല്ലുമില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ലോകരാജ്യങ്ങൾ ഓരോന്ന് ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയനും ഇസ്ലാമിക് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നിട്ട് ആവശ്യപ്പെട്ടു. മൈൻഡ് ചെയ്യുന്നില്ല. യുദ്ധം നടക്കുകയാണ്, തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇസ്രയേൽ. ഇതെങ്ങനെ പരിഹരിക്കും? വിശദീകരിക്കാതെ ഞാൻ പറയട്ടെ. റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞു ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിൽ എടുത്ത തീരുമാനമുണ്ട്. ആ തീരുമാനം 2016 ഡിസംബറിൽ എടുത്ത തീരുമാനമാണ്. 15 രാജ്യങ്ങളുള്ള സെക്യൂരിറ്റി കൗൺസിൽ 14 രാജ്യങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുത്തു. അമേരിക്ക വീറ്റോ ചെയ്യാതെ മൗനമായിരുന്നു കൊടുത്തു. ബാരക് ഒബാമയുടെ അവസാന ദിവസങ്ങളിൽ UN തീരുമാനമെടുത്തു. സെക്യൂരിറ്റി കൗൺസിൽ ലോകത്തിലെ ഏറ്റവും ശക്തി കൂടിയ സംഘടന അതാണ്. അവരുടെ തീരുമാനം എന്താണ്? ഇസ്രയേൽ പിന്മാറണം. 67-ൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പിന്മാറണം. പിന്മാറി ആ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പലസ്തീൻ രാജ്യമുണ്ടാക്കാൻ കൊടുക്കണം. അത് തീരുമാനമെടുത്തിട്ടിരിക്കുകയാണ്. പുടിൻ പറഞ്ഞ വാക്ക് ഞാനത് കുറിച്ചെടുക്കുകയുണ്ടായി. പുടിൻ പറഞ്ഞു, നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിസിഷൻ ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ for an independent Palestine state is the problem. അതായത് UN എടുത്ത തീരുമാനം ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യമുണ്ടാക്കാൻ UN സെക്യൂരിറ്റി കൗൺസിൽ എടുത്ത തീരുമാനം പ്രാബല്യത്തിലാക്കാത്തതാണ് ഇന്നത്തെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി 1200 യഹൂദനെ കൊന്ന് 1250 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയതിൽ പുടിൻ പറയുന്നു
അതിന്റെ കാരണം UN തീരുമാനം നടപ്പാക്കാത്തതാണ്. യൂറോപ്യൻ യൂണിയൻ 27 രാജ്യമുണ്ട്. ഇസ്ലാമിക് രാജ്യങ്ങളുടെ സംഘടന OIC 57 രാജ്യങ്ങളുണ്ട്. 84 രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്നു. അവർ പറഞ്ഞത് ഞാൻ കുറിച്ചെടുത്തു. ഓൺലി സൊല്യൂഷൻ, ഇതിനൊക്കെ പരിഹാരമെന്ന് പറയുന്നത് ഒറ്റ പരിഹാരമേ ഉള്ളൂ. 2 സ്റ്റേറ്റ്, ഇസ്രായേൽ രാജ്യവും പലസ്തീൻ രാജ്യവും. ആര് വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കണം? നാളെ നമ്മൾ അത് എടുക്കും. വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കണം. എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലിന്റെ ചുറ്റും ശത്രുക്കളാണ്. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അകത്ത് ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം കൂടെ വിട്ടുകൊടുത്താൽ അവർ ശത്രുക്കളുടെ പുറത്ത് ചുറ്റുമെന്ന് മാത്രമല്ല, ഇസ്രായേൽ രാജ്യത്തിന്റെ അകത്തും ശത്രുക്കളായിരിക്കും. എന്നാൽ ഒരാള് ഇത് പരിഹരിക്കും. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ഇത് പരിഹരിക്കണം. ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ, അതായത് അന്തിക്രിസ്തു, ഒരു ആഴ്ചവട്ടത്തോട് പലരോടും നിയമത്തെ കഠിനമാക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ 7-year firm covenant എന്നാണ്. അത് എബ്രായ ഭാഷയിൽ ഫോഴ്സ്ഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഉടമ്പടി, നിർബന്ധിതമായ ഒരു ഉടമ്പടി. 7 വർഷം ഇസ്രായേലിനെ കൊണ്ട് ഒപ്പിടിക്കും. UN പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. യൂറോപ്യൻ യൂണിയനും ഇസ്ലാമിക് രാജ്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇസ്രായേലിനോട് വെടിനിർത്താൻ പറഞ്ഞാൽ ഒരു രാജ്യം പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ലോകത്തിനറിയാം ഇതൊരു മഹാവിപത്താണ്. ഇതെങ്ങനെ പരിഹരിക്കും? ഒരാൾ പ്രത്യക്ഷപ്പെടും. ഇസ്രായേലിന്റെ മണ്ടയ്ക്ക് 7 വർഷം ഉടമ്പടി അന്തിക്രിസ്തു കൊണ്ടുവരും. അന്ന് സമാധാനം ഉണ്ടാക്കും. ആ സമാധാനം 3.5 വർഷം നിൽക്കും. ഞാൻ അതിന്റെ വിശദീകരണം പറയുന്നില്ല. എന്നാൽ ഒരു സത്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും പറയുന്ന പ്രശ്നം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം. സമാധാനം ഉണ്ടാകണം. സമാധാനം എങ്ങനെ ഉണ്ടാകും? സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ലോകം. ഇസ്രായേലിനോട് ഒരു ഉടമ്പടി ഉണ്ടാക്കുവാൻ പലരും ശ്രമിച്ചു നോക്കി. ഓസ്ലോ കരാർ ഉണ്ടാക്കി, ഒരുപാട് റോഡ് മാപ്പ് ഫോർ പീസ് ഉണ്ടാക്കി. വാഷിംഗ്ടൺ ആ പുൽമെത്തയില് അവിടെ യാസർ അറാഫത്തും ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററും കൂടെ സമാധാന കരാർ ഒപ്പുവെച്ചു. ഇതൊന്നും നിലനിൽക്കുന്നില്ല. എന്നാൽ ഇന്ന് ലോകത്തിനറിയാം, പൊളിറ്റിക്കൽ വേൾഡിൽ, ലോക രാഷ്ട്രീയ ഗോളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നമാണ്. ഒരു ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് അത് വലിച്ചെറിയപ്പെടണം. സമാധാനം ഉണ്ടാക്കണം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കണ്ടോ, ഇസ്രായേലിനെ നിർബന്ധിച്ച് ഒരാൾ ഒപ്പിടിയിരിക്കും. എനിക്ക് കുറച്ചുകൂടെ വിശദമായി അത് എടുക്കണമെന്നുണ്ട്, നിവൃത്തിയില്ല, ക്ഷമിക്കണം. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടും. എന്നാൽ അന്തിക്രിസ്തു വെളിപ്പെട്ട് ഈ സമാധാന ഉടമ്പടി ഉണ്ടാക്കണമെങ്കിൽ, എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടണമെങ്കിൽ സഭ മാറ്റപ്പെടണം. ഇന്ന് ദൈവം പറഞ്ഞതുപോലെ അവരെ മടക്കി കൊണ്ടുവരുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞു. അവർ മടക്കി വന്നു കഴിയും. സ്വർഗം അവരെ കൈക്കൊള്ളുന്നത് പ്രവാചകന്മാർ പറഞ്ഞ യഥാസ്ഥാനങ്ങൾ നടക്കണം. ടൈംസ് ഓഫ് റിസ്റ്റോറേഷൻ. ഞാനും നിങ്ങളും ആ സമയത്ത് ജീവിക്കുന്നു. നമ്മൾ കാണുന്നു യഥാസ്ഥാനം. ഒന്നൊന്നായി റിസ്റ്റോർ ചെയ്യുന്നു, യഥാസ്ഥാനപ്പെടുന്നു. പൗലോസ് റോമലേഖനം 11:15 പറഞ്ഞു, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിനാണ് കാരണമായതെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പാണ്. നീ സിയോനോട് കരുണ കാണിക്കുമ്പോൾ അവിടെ കല്ലുകളോട് അവർക്ക് അനുമതി. യഹോവ സിയോനെ പണിയുമ്പോൾ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. എന്റെ സഹോദരന്മാരെ, ഇന്ന് ലോകം കൊതിക്കുന്ന സമാധാനമുണ്ടല്ലോ, ഇസ്രായേലിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന സമാധാന കരാറ്, ലോകം ഇന്ന് അതിനായി ഒരുങ്ങിക്കഴിയും. തിരുവചനത്തിലൂടെ വിശദമായി, ദാനിയേലിന്റെ പുസ്തകത്തിൽ വിശദമായി നമുക്ക് കാണാൻ കഴിയും. അത് അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അവനുണ്ടാക്കുന്ന സമാധാന ഉടമ്പടി. വെളിപ്പാട് 6 അതിന്റെ 1-ാം വാക്യത്തിൽ വായിച്ചാൽ ഒരു വെള്ളക്കുതിര, അതിൽ മേലിരിക്കുന്നവരുടെ കയ്യിലൊരു വില്ലുണ്ട്, അമ്പില്ല.
യുദ്ധം ചെയ്യാതെ നിർബന്ധിച്ച് ഈ സമാധാനത്തിന് ഒപ്പുവെക്കും. അതിന് കൃത്യമായ സാഹചര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. തടസ്സമായി നിൽക്കുന്നത് ദൈവസഭയുടെ പണിയാണ്. ആ സഭയുടെ പണി പൂർത്തീകരിക്കാൻ പോകുന്നുവെന്ന് പൗലോസ് പറഞ്ഞ പോലെ, സഹോദരന്മാരെ, നിങ്ങളിട്ടുള്ളവരല്ല, നിങ്ങൾക്ക് ആ ദിവസം കലങ്ങുന്ന പോലെ വരില്ല. ഇത് നമുക്ക് വിലയിരുത്തുവാനും വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും ദൈവം ഇടയാക്കുന്നു. ദൈവക്കളായി നമ്മളാണ് കൂടി വന്നിരിക്കുന്നത്. നമുക്ക് ഉണരാം. എത്ര കാലം നമ്മുടെ മുന്നിലുണ്ട് അറിയില്ല, എത്ര കാലമുണ്ടെന്ന് അറിയില്ല. ഒരു കാര്യം അറിയാം, നമ്മുടെ കർത്താവ് നമ്മളെ ചേർത്ത് കഴിഞ്ഞാൽ ഇനിയും നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. വീണ്ടെടുക്കാം, അവന് വേണ്ടി ജീവിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാളെ രാത്രിയിൽ ഞാൻ വെസ്റ്റ് ബാങ്ക് എന്നുള്ള ഏറ്റവും വലിയ വിഷയം നാളെ രാത്രിയിൽ എടുക്കാം. നിങ്ങളും നിങ്ങളുടെ സ്നേഹിതരും ചില കൂട്ടുകാരെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഉപകാരമായിരുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്ഷമയോടെ കേട്ടതിന് നന്ദി. എല്ലാ മഹത്വവും കർത്താവിന്. സമാധാനത്തോടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് നമുക്ക് പോകും.